എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ, തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ, സ്വർഗീയ വാമഗ്നി കത്തിച്ചോനെ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട മുൾപടർത്തിനുള്ളിൽ കത്തിയൊരു തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന്ന ശുദ്ധിയെ നീക്കിടുവാൻ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാനിവിടെ സാക്ഷിയായിരിക്കുന്നത് എൻ്റെ ഭർത്താവിനെ ദൈവം മരണത്തിൽ നിന്നും വിടുവിച്ചതിനെ കുറിച്ച് പറയാനാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസമുണ്ടായ ബൈക്ക് അപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാസന്ന നിലയിൽ കഴിയവേ ഡോക്ടർമാർ പറഞ്ഞു ഇനി ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കിനി തിരികെ കിട്ടില്ല, മരിച്ചു പോകുമെന്ന അവസ്ഥയിലായപ്പോൾ ഞങ്ങൾ നിലവിളിക്കുകയുണ്ടായി. അങ്ങനെ നിലവിളിക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം സിസ്റ്ററിനോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അപ്രകാരം പ്രാർത്ഥിച്ച ഉടനെ തന്നെ ദൈവം ആ മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. തുടർന്നും ഞങ്ങൾ ട്രീറ്റ്മെന്റിലായിരിക്കുമ്പോൾ മൂക്കിൽ നിന്നും ഫ്ലൂയിഡ് വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ഡോക്ടർ തലയ്ക്ക് ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് പല ടെസ്റ്റുകൾക്ക് എഴുതി തന്നു. ഞങ്ങൾ ഭാരത്തോടെ ഇവിടെ ഒരു ടെസ്റ്റുകളും ചെയ്യാതെ ഭാരത്തോടെ ഇവിടെ പ്രാർത്ഥനയ്ക്കായി കടന്നു വരികയും ബ്രദറിനോട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. ബ്രദർ പ്രാർത്ഥിച്ച മാത്രമേ തന്നെ അതിൽ നിന്നും ദൈവം സൗഖ്യം തന്നു. ഇപ്പോൾ ഓപ്പറേഷൻ കൂടാതെ ദൈവം സൗഖ്യം തന്നിരിക്കുകയാണ്. ഇത്രയും സൗഖ്യം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യം വിരമിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. എൻ്റെ പേര് ഹരി. ഞാൻ മണക്കാടാണ്, തിരുവനന്തപുരം മണക്കാടാണ് താമസിക്കുന്നത്. എനിക്ക് ഒരു 3 മാസത്തേക്ക് മുമ്പ് ഒരു ഭയങ്കരമായ ചുമയും ജലദോഷവും വിട്ടുമാറാത്ത ഒരവസ്ഥയായിരുന്നു. ഞാൻ ഡോക്ടറെ കാണിച്ചു. ഒരാഴ്ചയോളം മരുന്ന് കഴിച്ചു. എനിക്ക് ഒരു കുറവുമില്ല. രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കഠിനമായ ചുമ കാരണം ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇങ്ങനെ പോളിയോൾ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ചായ്ക്കോട്ടോണം കൺവെൻഷൻ ഇങ്ങനെ ഈ വരുന്ന ആഴ്ച നടക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞായറാഴ്ച ഈ കൺവെൻഷൻ യോഗത്തിന് ഞാൻ അമരവിള ചായ്ക്കോട്ടോണം കൺവെൻഷന് ഞാനും അന്നത്തെ ആരാധനയിൽ പങ്കെടുക്കുവാൻ പോയി. അപ്പോൾ അവിടുത്തെ ആരാധന വന്നിട്ട് പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു ഓപ്പൺ ഗ്രൗണ്ടിലായിരുന്നു. അങ്ങനെ ആരാധന തുടങ്ങി ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതിശക്തമായ ഒരു മഴ പെയ്തു. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ ദൈവാത്മാവിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ആരും എണീറ്റ് പോകരുത്. നമ്മൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാണ്. ഇത് കർത്താവിൻ്റെ അഭിഷേക മഴയാണ്. ഈ മഴ നനയുന്ന എല്ലാവരെയും കർത്താവ് തൊട്ട് സൗഖ്യമാക്കും. കൊണ്ടുവന്ന രോഗമായിട്ട് ആരും മടങ്ങിപ്പോവുകയില്ല എന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനും എനിക്ക് ആ മഴ ആരാധന കൺവെൻഷൻ തീരുന്നത് വരേക്കും ആ മഴ അത്രയും നനഞ്ഞുകൊണ്ട് ഞാൻ ആരാധനയിൽ പങ്കെടുത്തു. അത്ഭുതം എന്ന് പറയട്ടെ, ഈ ആരാധന മധ്യത്തിന് ഉയരത്തിലെ ഒരു ശക്തി എന്നെ വന്ന് തൊട്ടതായിട്ട് എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. ഞാൻ ഈ കൺവെൻഷൻ കഴിഞ്ഞ് രാത്രി തിരിച്ച് വീട്ടിൽ 10:30 മണിയായി വീട്ടിലെത്തിയപ്പോൾ ഈ മഴ നനഞ്ഞിട്ട് നേരെ ഞാൻ എൻ്റെ വാഹനത്തിൽ കയറി. ഞാനന്ന് വീട്ടിൽ പോയി. ഞാൻ സുഖമായിട്ട് അന്ന് കിടന്ന് ഉറങ്ങി. അന്ന് ഞാൻ മരുന്ന് കഴിച്ചതുമില്ല. അത്ഭുതം എന്ന് പറയട്ടെ, ആ ചുമയും ആ ജലദോഷം പിന്നെ ഇതുവരേക്കും വന്നതുപോലും 3 മാസം കഴിഞ്ഞ് എനിക്ക് ഇതുവരെയും ആ ബുദ്ധിമുട്ടുണ്ടായില്ല. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ അത്ഭുതം ചെയ്ത യേശു കർത്താവിന് കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ടൊരു സാക്ഷ്യത്തെ വിവരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇവിടെ ഒരു സാക്ഷ്യം എനിക്കാൻ ദൈവം ഒരുക്കിയ കൃപയ്ക്ക് 1000 കോടി നന്ദി. എൻ്റെ സ്ഥലം മാരയമുട്ടം. എൻ്റെ പേര് വസന്ത, എൻ്റെ മോൻ്റെ പേര് പ്രദീപ്. സാക്ഷി പറഞ്ഞ എൻ്റെ മോന് വേണ്ടി. എൻ്റെ മോനെ പ്രസവിച്ച് 8 മാസമായപ്പോൾ എൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയി. ഞാൻ വീട്ടിൽ ജോലി ചെയ്തും ചുളയിൽ പോയി അഡ്രസ്സിൻ്റെ പാട്ടറിലും പോയി അവനെ പഠിപ്പിച്ചു.
ഇത് കഴിഞ്ഞ് അവന് ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കാൻ പോയി. അന്നേരം എനിക്ക് അവിടെ ഒരു ഹോസ്റ്റലിൽ ഞാനവിടെ ജോലി ചെയ്യായിരുന്നു. ലാസ്റ്റ് പരീക്ഷ എഴുതാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു. ഫീസ് അടച്ചാലേ പരീക്ഷ എഴുതിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സ്ഥലം മാരായമുട്ട. ഞാൻ അവിടെ വന്ന് പലരോടും പൈസ ചോദിച്ച് ആരും തരാൻ തയ്യാറായില്ല. അങ്ങനെ 10 സെൻറ്റ് സ്ഥലമുണ്ട്, അതിൻ്റെ പ്രമാണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ആരും തയ്യാറായില്ല. തിരിച്ച് ഞാൻ വീണ്ടും ബാംഗ്ലൂർ പോയി. അവിടെ പോയി സിസ്റ്ററിന് ഫോൺ ചെയ്ത് സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ഒരു തിങ്കളാഴ്ച തന്നെ വൈകുന്നേരം പ്രാർത്ഥിക്കുന്നു. പിറ്റേ ദിവസം ചൊവ്വാഴ്ചയായപ്പോൾ എനിക്കൊരാൾ 15,000 രൂപ തന്ന് സഹായിക്കുകയും ഒരാൾ 47,000 രൂപ പലിശയ്ക്ക് തരികയും ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ മോനോട് ബാംഗ്ലൂര് തന്നെ ഒരു ജോലി ലഭിക്കുകയും ചെയ്തു, ഒരു ആസ്പത്രിയിൽ. ഇത്രയും അത്ഭുതം ചെയ്ത ദൈവത്തിന് 1000 ഒരു സാക്ഷി നൽകി. എൻ്റെ ദൈവം അനാഥർക്ക് പിതാവ്. വണ്ണമും മുണ്ണമും നോക്കി അനുഗ്രഹിക്കുന്ന ദൈവമല്ല എൻ്റെ ദൈവം. മോന്റെ പരീക്ഷ ഫീസ് അടയ്ക്കുവാൻ ഇവർക്ക് ആവശ്യം 62,000 രൂപ. കഴുത്തിൽ കിടന്നതും കാത്തിൽ കിടന്നതും പുറക്കി വിറ്റ് ബ്ലേഡിൽ കടമെടുത്ത് 47,000 രൂപ തികഞ്ഞു. ഇനി വേണ്ടത് 15,000. പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ച് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി മുൻപിൻ പരിചയമില്ലാത്ത ഒരാൾ നിങ്ങൾക്ക് 15,000 രൂപ മടക്കി കേൾക്കാത്ത പണം ഫ്രീ ആയി നിങ്ങളുടെ കയ്യിൽ കൊണ്ട് വയ്പ്പിക്കുവാൻ ദൈവം അത്ഭുതം ചെയ്യുവാൻ പോകുന്നു. ഒരു പരിചയമില്ലാത്ത കന്നഡക്കാരൻ വന്ന് 15,000 രൂപ കൊടുക്കുകയും ഫീസ് അടയ്ക്കുകയും അതേ ദിവസം കോഴ്സ് കംപ്ലീറ്റ് ആകും മുമ്പ് തന്നെ ഒരു ഹൈടെക് ആസ്പത്രിയിൽ മകന് ദൈവം ജോലി ഒരുക്കി കൊടുക്കുകയും ചെയ്ത് കൈകളെ ഉയർത്തി കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് ദൈവന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു അത്ഭുതത്തെക്കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഡിസംബർ മാസം ISROയിലെ ടെക്നീഷ്യൻ ടെസ്റ്റ് എഴുതാൻ പോകുന്നതിന് മുമ്പായിട്ട് സിസ്റ്ററെ ഫോണിൽ വിളിച്ച് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ദൈവം നിങ്ങൾക്കൊരു ജോലി ലഭിക്കും എന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ സെക്കൻഡ് റാങ്കോടുകൂടെ ജോലി ലഭിക്കുവാനും കഴിഞ്ഞ മാസം 27-ാം തീയതി ജോയിൻ ചെയ്യുവാനും സഹായിച്ചു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിനും പ്രാർത്ഥിച്ച ബ്രദറിനും ശിഷ്യനും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷി നിന്ന് വിരമിക്കുന്നു. യേശുവിന് സ്തോത്രം. ദൈവത്തിന് സ്തുതി, സ്തോത്രം. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ മകന് വേണ്ടിയാണ്. അവൻ IT-യിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സുബോധം നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു. അങ്ങനെ വളരെ ഭാരത്തോടുകൂടെ പോളിയോ ഹോമിൽ ആരാധനയ്ക്ക് പോയിരുന്നു. ആരാധന കഴിഞ്ഞതിന് ശേഷം ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പൈശാചിക ബന്ധന കെട്ടുകളെല്ലാം യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുന്നു എന്ന് പറയുന്നു. അപ്പോൾ തന്നെ എൻ്റെ മകന്റെ രോഗം പരിപൂർണമായി യേശു അപ്പൻ എടുത്തു മാറ്റി. ഇത്രയും വലിയ അത്ഭുതം ചെയ്ത യേശുവിന് നന്ദി പറയുന്നു. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ സാക്ഷ്യം പറയുന്നത് ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച 2 അത്ഭുത രോഗസൗഖ്യങ്ങൾക്കായിട്ടാണ്. എനിക്ക് പെട്ടെന്ന് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തു. എനിക്ക് പല ചെക്കപ്പുകളും ചെയ്തു. അങ്ങനെ സ്കാനിങ്ങിൽ എൻ്റെ യൂട്രസിൽ വ്രണമാണെന്ന് കണ്ടെത്തി. പിന്നെയും ചെക്കപ്പുകൾ ചെയ്തിട്ടും ഒരു മാറ്റമില്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്നും അതിനായിട്ട് മയക്ക് ഡോക്ടറെയൊക്കെ കാണണമെന്നൊക്കെ പറഞ്ഞു. ഓപ്പറേഷന് വിധി എഴുതി. അങ്ങനെ ഞങ്ങൾ അടുത്ത ചെക്കപ്പിനായിട്ട് പോകുന്നതിന് മുമ്പ് വളരെ ഭാരത്തോടെ സിസ്റ്ററിനെ ഫോണിൽ വിളിച്ചു, പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു. എൻ്റെ രോഗകാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ അടുത്ത ചെക്കപ്പിനായി ചെല്ലുമ്പോൾ നിങ്ങളുടെ യൂട്രസിൽ ഇങ്ങനെ ഒരു വ്രണമുണ്ടായിരുന്നു എന്നുള്ള ഒരു അടയാളം പോലും ഇല്ലാതെ യേശു ഇതാ എടുത്ത് തൊട്ട് സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ വന്ന് സാക്ഷിയിരിക്കുക എന്ന് പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, ഞങ്ങൾ അടുത്ത ചെക്കപ്പിനായി ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഡോക്ടർ എന്നെ നോക്കിയിട്ട് അത്ഭുതത്തോടെ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ യൂട്രസിൽ ഇങ്ങനെ ഒരു വ്രണമുണ്ടെന്നുള്ള ഒരു അടയാളം പോലും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷന് വിധി എഴുതിയ എനിക്ക് ഓപ്പറേഷൻ ഇല്ലാതെ എൻ്റെ യേശുപ്പൻ പരിപൂർണ സൗഖ്യം നൽകി. ഇതുകൂടാതെ എനിക്ക് തൈറോയ്ഡ് രോഗം കൂടെ ഉണ്ടായിരുന്നു. സിസ്റ്റർ എൻ്റെ യൂട്രസിലെ വ്രണം മാറുവാൻ വേണ്ടി പ്രാർത്ഥിച്ച സമയം തന്നെ യേശു എൻ്റെ ശരീരത്തിലെ തൈറോയ്ഡ് രോഗം പൂർണ്ണമായി എടുത്തു മാറ്റി എനിക്ക് അത്ഭുത സൗഖ്യം നൽകി. ഇങ്ങനെ എൻ്റെ 2 രോഗങ്ങളിൽ നിന്നും എനിക്ക് പരിപൂർണ സൗഖ്യം നൽകി എൻ്റെ യേശുവിന് ഞങ്ങൾ കുടുംബമായി 1000 നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു.
Hallelujah. My master is here. എന്റെ കർത്താവ് ഇവിടെ ഉണ്ട്, എന്റെ രക്ഷിതാവ് ഇവിടെ ഉണ്ട്, എന്നെ കാക്കുന്നവൻ ഇവിടെ ഉണ്ട്, എന്നെ പരിപാലിക്കുന്ന നല്ല ദൈവം ഇവിടെ ഉണ്ട്, എന്നെ അനുഗ്രഹിക്കുന്നവൻ ഇവിടെ ഉണ്ട്, എന്നെ ഉയർത്തിയവൻ ഇവിടെ ഉണ്ട്, എന്നെ രക്ഷിച്ച മഹാദൈവം ഇവിടെ ഉണ്ട്. ആകയാൽ നീ പതുങ്ങി ക്ഷീണിച്ച് നിൽക്കരുത്. നീ ഉള്ളിൽ കനൽ കത്തുന്ന രീതിയിൽ ദൈവത്തെ സ്തുതിക്കുക. എല്ലാവരും ഹല്ലേലൂയ. കൃപ വ്യാപരിക്കുന്നിടാ. എല്ലാരിലും കൈകൾ ഉയർത്തി കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവേ. ഹല്ലേലൂയ. അഗ്നി വ്യാപരിക്കുന്നിടാ, അഗ്നി വ്യാപരിക്കുന്നിടാ. വാ തുറക്കുക, വാ തുറക്കുക. അഭിഷേകത്തിൽ നിറഞ്ഞ് രാജാവിനെ മഹത്വപ്പെടുത്തുക. ദൈവകൃപ വ്യാപരിക്കുന്നു, ദൈവകൃപ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. നന്ദി, 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 നന്ദി. യേശുവിന് നന്ദി, യേശുവിന് നന്ദി. വാ തുറക്കുമോ പ്രിയമുള്ളവരെ? അടുത്ത് നിൽക്കുന്ന ആളെ നീ നോക്കരുതേ, രാജാവിനെ നോക്കുക, ദൈവത്തെ നോക്കുക. അവൻ നല്ലവനല്ലോ, എന്റെ ദൈവം നല്ലവനാകുന്ന നിശ്ചയം. എല്ലാവരും ആരാധിപ്പീൻ. വാ തുറന്ന് ദൈവത്തെ ആരാധിപ്പീൻ. ഹല്ലേലൂയ. നന്ദി, 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 നന്ദി. യേശുവേ നന്ദി. വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹാർപ്പോടു നിന്നെ ഘോഷിക്കും ഈശിയോ യാത്രയിൽ. മുന്നോട്ടു തന്നെ ഓടുന്നു എൻ വിരുദിനായി. ലഭിക്കും നിശ്ചയോ എൻ വിരുദനിക്കോ. ലഭിക്കും നിശ്ചയോ എൻ വിരുദനിക്കോ. ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല. ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നു. അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നു. ദൂതന്മാർ ആമേൻ. ദൂതന്മാരുടെ മധ്യത്തിൽ കുഞ്ഞാട്ടിൻ തീരോ രക്തത്താൽ ഞാൻ ശുദ്ധനാക്കുന്നു. തൻ ചങ്കിലെ ശുദ്ധ രക്തത്താൽ ഞാൻ ജയം നേടും. മകത്വം രക്ഷക നക്കണ്ണു. മകത്വം രക്ഷക സ്തുതിനി നക്കണ്ണും. ചേറ്റിൽ നീ എന്നെ നീ വീണ്ടെടു. തടിനാൽ ചേറ്റിൽ നീ എന്നെ നീ തടിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുഷി നാളെല്ലാം സ്തുതിക്കും നിന്നെ ഞാൻ നാളെല്ലാം. ആമേൻ.
ആമേൻ. നന്ദിയോ ആർപ്പോടുനെ ഘോഷിക്കോ ഈശിയോ യാത്രയിൽ മുന്നോട്ട് തന്നെ ഓടുന്നു എൻ വീരു. കൈകൾ ഉയർത്തി ലഭിക്കോ നിശ്ചയം. കൈകൾ ഉയർത്തി കൈകൾ തട്ടി ആത്മാവിൽ നിറഞ്ഞു, ആത്മാവിൽ നിറഞ്ഞു. ഉള്ളിൽ ഉള്ള കനൽ കത്തട്ടെ. എല്ലാരിലും എല്ലാരിലും അഭിഷേക തീ കത്തട്ടെ. നന്ദി 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 നന്ദി. ആരാധനയുടെ ആരംഭത്തിൽ തന്നെ അഭിഷേക തീ നിങ്ങളിൽ വ്യാപരിക്കുന്നത് ഞാൻ കാണുന്നു. I see God's mighty anointing on you everyone. നന്ദി 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 നന്ദി. യേശുവിന് നന്ദി, യേശുവിന് നന്ദി, യേശുവിന് നന്ദി നന്ദി. വാ തുറക്കുക, വാ തുറക്കുക, വാ തുറന്ന് ആരാധിക്കുക. താങ്ക് യു ലോർഡ്, താങ്ക് യു അപ്പാ. യേശുവേ, അങ്ങ് കടന്നു വന്നിരിക്കയാൽ നന്ദി. യു ആർ ഹിയർ, യു ആർ ഹിയർ ടു bless your people. നിങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കുവാൻ രാജ വന്നിരിക്കയാൽ സ്തോത്രം. ദൈവമേ, അങ്ങ് സംസാരിക്കണം, ഞങ്ങൾ കേൾക്കുന്നു. യേശുനാമത്തിൽ നല്ല ദൈവമേ, ആമേൻ. ഇരിക്കാം. സങ്കീർത്തനം 121 1ഉം 2ഉം വചനങ്ങൾ ശ്രദ്ധിക്കാം. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. எனக்கு ஒத்தாசி வரும் பர்வதங்களுக்கு நேராக என் கண்களை ஏறெடுக்கிறேன். வானத்தையும் பூமியும் உண்டாக்கின கர்த்தரிடத்திலிருந்து எனக்கு ஒத்தாசை வரும். My help comes from the Lord who made heaven and earth. I will lift up mine eyes unto the hills, from whence cometh my help. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? സങ്കീർത്തനക്കാരൻ എഴുതുന്നു, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. ദൈവത്തെങ്കിലേക്ക് നോക്കുക. സഹായം ലഭ്യമാകണമോ? നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമോ? നിന്റെ ജീവിതം ഉയർച്ച പ്രാപിക്കണമോ? നിന്റെ ഭാവി തലമുറ ജീവിച്ചിരിക്കണമോ? അനുഗ്രഹിക്കപ്പെടണമോ? പ്രിയമുള്ളവരെ, സങ്കീർത്തനക്കാരൻ എഴുതുന്നു, നീ ദൈവത്തിങ്കലേക്ക് നോക്കുക. ലുക്ക് അൺടു ഗാഡ്. അനുഗ്രഹത്തിനായി, ഉയർച്ചയ്ക്കായി, വിടുതലിനായി, രക്ഷയ്ക്കായി, സമാധാനത്തിനായി, രോഗസൗഖ്യത്തിനായി, ഒരു അത്ഭുതത്തിനായി
നീ രാജാക്കന്മാരിൽ നോക്കരുത്, നീ പ്രഭുക്കന്മാരിൽ നോക്കരുത്, താൽക്കാലികമായി ഗ്ലാമറിൽ നിറഞ്ഞു നിൽക്കുന്ന നടീനടന്മാരിൽ നീ നോക്കരുത്, നീ മായാ ലോകത്തിൽ നോക്കരുതേ. നീ നോക്കേണ്ടത് സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, സർവത്തിന്റെ നിർമ്മിതാവ്, സദാ ജീവിച്ചിരിക്കുന്നവൻ. അവൻ അഗ്നിയാകുന്നു, അവൻ തീയെ ദഹിപ്പിക്കുന്ന തീയാകുന്നു, അവൻ മരിച്ചിട്ട് ഉയർത്തവനാകുന്നു, അവൻ നിത്യമായി ജീവിച്ചിരിക്കുന്ന സത്യ നിത്യ ദൈവമാകുന്നു. ആ ദൈവം അരുളി ചെയ്യുന്ന, എന്റെ ജനമേ എങ്കിലേക്ക് നോക്കുക, സഹായം ലഭിപ്പാൻ. സങ്കീർത്തനക്കാരൻ എഴുതുന്ന, ദൈവത്തിങ്കിലേക്ക് നോക്കുക. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ 16-ാം വചനത്തിൽ ജയിൽ മോചിതനായ അപ്പോസ്തലനായ പത്രോസ് വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയത്തിന്റെ വീട്ടിന്റെ പടിവാതിൽക്കൽ വന്ന് പത്രോസ് മുൻവാതിലിന് മുട്ടിക്കൊണ്ടേ നിന്ന് വാതിൽ തുറക്കപ്പെടുവാൻ. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന അതിനു മുമ്പ് ഒരു സംഭവം നടന്ന് ജയിലിൽ രാപ്പകൽ കാവലിൽ ചങ്കലിൽ പിണക്കപ്പെട്ട് കിടന്ന അപ്പോസ്തലനായ പത്രോസിനെ സ്വർഗത്തിലെ ദൈവദൂതൻ വന്ന് ഇറങ്ങി അവനെ മോചനം ചെയ്ത്. വചനം നമ്മ പഠിപ്പിക്കുന്ന ഒന്നാം കാവലും രണ്ടാം കാവലും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന വഴിയിൽ നിന്ന് ഒരു ഭയങ്കര അയൺ ഗേറ്റ്, ആ ഇരുമ്പ് വാതിൽ കർത്താവിന്റെ അഭിഷക്ത ദാസൻ പത്രോസിനെ കണ്ട നിമിഷത്തിൽ താനേ തുറന്ന്. ഹല്ലേലൂയ. അവിടെ ഒരു കൊച്ചു വാതിൽ തുറക്കപ്പെടുവാൻ പത്രോസ് മുട്ടിക്കൊണ്ടേ നിന്ന് ഇവിടെ പത്രോസിനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര അയൺ ഗേറ്റ് താനേ തുറന്ന്. അതിന്റെ അർത്ഥം, നിന്നെ കൊണ്ട് ദൈവ പൈതലെ ചെയ്യുവാൻ കഴിയുന്നത് ആത്മാർത്ഥതയോട് നീ ചെയ്താൽ നിന്നെ കൊണ്ട് കഴിയാത്ത പല കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ദൈവം നിന്നെ സഹായിക്കും. അവൻ സഹായിക്കുന്നവനാണ്. മൈ ഗാഡ് ഈസ് യുവർ ഹെൽപ്പർ. എന്റെ ദൈവം നിന്നെ സഹായിക്കുന്നവനാണ്. നീ ഭ്രമിച്ചു പോകരുത്, നീ ഭയപ്പെടരുത്, നീ പിറുപിറുക്കരുത്, നീ തളർന്നു പോകരുത്, നീ നിന്റെ ഭാരവും തലയ്ക്ക് കയറ്റി വെച്ചുകൊണ്ട് ഇരിക്കരുത്. നിനക്കൊരു ദൈവം സ്വർഗത്തിൽ ഉണ്ട്. എ ഹെൽപ്പിംഗ് ഗോഡ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിന്നെ കൊണ്ട് കഴിയുന്നത് ആത്മാർത്ഥതയോട് നീ ചെയ്യുവാൻ ഉടമ്പെട്ടാൽ നിന്നെ കൊണ്ട് കഴിയാത്തത് സ്വർഗത്തിലെ ദൈവം ഈസിയായി ചെയ്തെടുക്കുവാനുള്ള കഴിവും സഹായവും ദൈവം നിന്നിൽ ഏൽപ്പിക്കും. ഹല്ലേലൂയ. വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന 1 സാമുവേൽ 17:50 ശത്രുവിന്റെ മുമ്പിൽ നിൽക്കുന്ന കർത്താവിന്റെ അഭിഷക്ത ദാസനും പ്രവാചകനുമായ ദാവീദ്, അപ്പന്റെ ഏറ്റവും ഇളയ പൈതൽ, മുമ്പിൽ നിൽക്കുന്ന ഗോലിയാത്ത് ഭയങ്കരൻ, സൈസിലും വണ്ണത്തിലും സജ്ജീകരണത്തിലും ഭയങ്കരനാണ്. വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ഗോലിയാത്തിന്റെ തലയിൽ താമ്രം കൊണ്ടുള്ള ഹെൽമെറ്റ്, താമ്രം കൊണ്ടുള്ള പടയങ്കി, താമ്രം കൊണ്ടുള്ള കാൽച്ചട്ട, അവന്റെ മുമ്പിൽ നടക്കുവാൻ
വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്നു. ആയുധവാഹനൻ പരിചക്കാരൻ 1 സാമുവേൽ 17:50 ദൈവഭക്തൻ ദാവീദിന്റെ കരത്തിൽ അവനോട് പൊരുതുവാൻ ഒരു വാൾ പോലുമില്ല എന്നാണ് വചനം നമ്മ പഠിപ്പിക്കുന്നത്. ഒരു വാൾ പോലുമില്ല. ഒരു മിനുസമുള്ള കല്ല് എടുത്ത് എറിഞ്ഞ് അവൻ ചത്തു വീണ് ദാവീദ് ജയിച്ചു. തന്റെ അനുഭവത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് രാജ പകർത്തുന്ന സങ്കീർത്തനം 33:17 വചനത്തില് ജയത്തിന് കുതിര വർദ്ധമാകുന്നു. ആമേൻ. ജയത്തിന് കുതിര വർദ്ധമാകുന്നു. Yahweh is a vain hope for deliverance. ദൈവ സഹായമുണ്ടോ അത് മതി. ദൈവ സഹായമുണ്ടോ അത് മതി. ദൈവം ഉള്ളവന് എല്ലാം ഉണ്ട്. ദൈവം ഇല്ലാത്തവന് എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ല. ഹല്ലേലൂയ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:12 നമ്മ പഠിപ്പിക്കുന്നു. ക്രിസ്തു ഉള്ളവന് പ്രത്യാശ ഉണ്ട്, ക്രിസ്തു ഇല്ലാത്തവന് പ്രത്യാശ ഇല്ല. 2 ആക്സിഡന്റുകൾ, സ്കൂട്ടർ ആക്സിഡന്റുകൾ ഒരേ സ്ഥലത്ത് ഒരേ നാൾ നടന്നു. ഒരാളിന് ആസ്പത്രിയിൽ കൊണ്ടുപോയി. 2 മരണം മുൻകണ്ട് സംഭവിച്ച ആക്സിഡന്റുകളാണ്. ഒരു ഹൈടെക് ആസ്പത്രിയിൽ കൊണ്ടുപോയി മരിച്ച ആളെന്ന് വേറൊരു ഹൈടെക് ആസ്പത്രിയിൽ കൊണ്ടിട്ട് 3-4 ഹൈടെക് ആസ്പത്രികൾ ചുറ്റിക്കറങ്ങി മറ്റേ ആളുടെ ശരീരമോ അതേപോലെ കൊണ്ടുപോയ മിനിറ്റിൽ നിങ്ങൾ മരിച്ചുപോയ ഒരു ശരീരത്തെ കൊണ്ടുവന്നിരിക്കുന്നു. 2 ക്രൂരമായ അപകടങ്ങളാണ്. പക്ഷേ രണ്ടാമത്തെ അപകടത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരാൾ മാറി നിന്നിട്ട് നിലവിളിയോട് പ്രേയർ ഗാർഡൻസിൽ ഫോൺ ചെയ്ത് പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ട്, സിസ്റ്റർ, ബ്രദർ, എന്റെ ഈ ബന്ധത്തിൽപ്പെട്ട ആളാണ്, അപകടത്തിൽപ്പെട്ട ആളാണ്, മരിച്ചുപോയെന്നാണ് ഡോക്ടർമാർ വിധി എഴുതുന്നത്, ഒന്ന് പ്രാർത്ഥിക്കണമേ. സ്വർഗത്തിലെ ദൈവത്തിന്റെ മുഖം നിലവിളിയോട് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച്, കർത്താവേ, മരണമുണ്ട്, മരണം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അങ്ങയുടെ സന്നിധിയിൽ നിലവിളിക്കുന്ന എല്ലാവരെയും കൈവിടാതെ അനുഗ്രഹിച്ച് വിടുതൽ കൊടുക്കുന്ന നല്ല ദൈവമാണല്ലോ, ഇയാളുടെ ജീവൻ മടക്കി തരണമേ. അതേപോലെ കർത്താവ് മടക്കി തന്നു. ആ സാക്ഷി നിങ്ങൾ ഇന്ന് കേട്ടതാണ്. ഫയറുപോലെ ഇന്ന് ജോലി ചെയ്ത് കുടുംബത്തെ പുലർത്തുന്ന മറ്റേയാൾ കുറച്ച് മിടുക്കന്മാരാണ്, പള്ളിക്ക് പോകുന്നവരാണ്, പക്ഷെ ദൈവത്തെ ഭയപ്പെടാത്തവരാണ്. 4 ആസ്പത്രികൾ അങ്ങുമിങ്ങും തൂക്കിയിട്ട് അവസാനം മരിച്ച്, തിരുമേനി വന്ന്, വണ്ടി നിറച്ച് പട്ടക്കാർ വന്ന് ചന്തമായി കുഴിച്ചിട്ട്. അതാണ് ദൈവം ഉള്ളവനും ദൈവം ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം. ദൈവസന്നിധിയിൽ കരം കൂപ്പുമോ, എന്റെ ദൈവം കണ്ണടയ്ക്കുകയില്ല. തന്റെ കരം നീട്ടി നിന്നെ ഉടനെ സഹായിക്കുന്നവനാണ് എന്റെ ദൈവം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന ദൈവ പൈതലേ, യേശു ഉണ്ടെങ്കിൽ പ്രത്യാശ ഉണ്ട്, യേശു ഇല്ലെങ്കിൽ പ്രത്യാശ ഇല്ല. നീ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ദൈവ സഹായം നിനക്ക് ഇല്ല എങ്കിൽ ഫലം, നിനക്ക് ലഭിക്കുന്ന ഫലം വട്ടപൂജ്യമാണ്. ആകയാൽ ദൈവ സഹായം പ്രാപിപ്പാൻ ദൈവ പൈതലെ ദൈവത്തിങ്കലേക്ക് നോക്കുക, അവൻ കൈവിടത്തില്ല.
സങ്കീർത്തനക്കാരൻ എഴുതുന്ന സങ്കീർത്തനം 124 8-ാം വചനത്തിലെ നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിലിരിക്കുന്നു. കൈകളെ ഉയർത്തി കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. നമ്മുടെ സഹായം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ആകാശത്തെയും ഭൂമിയും നിർമ്മിച്ച അതിഭയങ്കരനായ യഹോവയാം ദൈവത്തിന്റെ നാമത്തിലിരിക്കുന്നു. നാം ഇന്ന് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കുടുംബമായി യേശുവിന്റെ നാമത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. എന്നെ സഹായിക്കണമേ, ദൈവം സഹായിക്കും. യേശുവിന്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. യേശുവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ ഉയർച്ച ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന അതിഭയങ്കര സമാധാനവും സഹായവും ഉണ്ട്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ജോഷുവ 7:9 യേശുവിന്റെ നാമം മഹത്തായ നാമം. ന്യായാധിപ പുസ്തകം 13:18 യേശുവിന്റെ നാമം അതിശയമുള്ള നാമം. സങ്കീർത്തനം 135:13 വചനത്തിൽ യേശുവിന്റെ നാമം ശാശ്വതമായ നാമം. സങ്കീർത്തനം 148:13 വചനത്തിൽ യേശുവിൻ നാമം ഉയർന്നിരിക്കുന്ന ഏകനാമം. ഐസി 57:15 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന യേശുവിൻ നാമം പരിശുദ്ധ നാമം. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഐസി 63:14 യേശുവിൻ നാമം മഹത്വമുള്ളൊരു നാമം. ഇറ്റ്സ് എ ഗ്ലോറിയസ് നെയിം. ആദിമ നൂറ്റാണ്ടിൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 5:41 ഈ നാമം ഒഴിച്ച് നിങ്ങൾ ഇനി സംസാരിക്കരുത് എന്ന് ശെങ്കത്തിരിൻ സമൂഹം വിധി എഴുതിയപ്പോൾ ശിഷ്യന്മാർ ഉച്ചരിച്ച വാക്കുകൾ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിനായി അപമാനം സഹിപ്പാൻ സ്വർഗം ഞങ്ങളെയും യോഗ്യന്മാരായി കണ്ടല്ലോ എന്നവർ സന്തോഷിച്ച് കടന്നുപോയി. ആമേൻ, ഹല്ലേലൂയ. ഈ നാമമാണ്, യേശു ക്രിസ്തുവിന്റെ ഈ നാമമാണ് 2000 ആണ്ടുകൾക്ക് മുമ്പ് ഈ യുഗത്ത് യേശുവിന് മുമ്പെന്നും യേശുവിന് ശേഷമെന്നും 2 വിഭജിച്ച ഭയങ്കര നാമമാണ് യേശുവിന്റെ നാമം. യേശുവിന്റെ നാമത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 3:16 നമ്മെ പഠിപ്പിക്കുന്ന അത്ഭുതങ്ങൾ നടക്കും. അത്ഭുതങ്ങൾ നടക്കും. ഒരു 12 ആണ്ടുകൾക്ക് മുമ്പ് തിരുവനന്തപുരം ജില്ലയിൽ നെല്ലിവിള എന്നുള്ള ഗ്രാമത്തിൽ പേവാളുന്ന ദേശം സ്വർഗത്തിലെ ദൈവം ജീവമരണ പോരാട്ടത്തിനിടയിൽ ദൈവത്തിന്റെ സുവിശേഷം അതിശക്തിയോട് അറിയിക്കുവാൻ ഈ പുഴുവിന് അവിടെ കൊണ്ടുപോയി ഓപ്പൺ എയർ മീറ്റിംഗിൽ 3-ാം നാൾ ആ ദേശത്തെ കുറിച്ചുള്ള ഒരു പിക്ചർ ദൈവാത്മാവിന്റെ കൃപയിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു. ഇവിടെ വാളുന്ന പേയെ സേവിക്കുന്ന മനുഷ്യർ ഈ 2 കൂട്ടാരും ഓടാൻ പോകുന്ന ഈ സ്ഥലം വിട്ട്. ആമേൻ, ഹല്ലേലൂയ. ഈ ഗ്രാമത്തെ ഭരിക്കുന്ന ഈ പേയെ സേവിക്കുന്ന ചില മനുഷ്യർ ഈ ഗ്രാമം വിട്ട് ഇതാ ഓടാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ ഇത് സംഭവിക്കും. സംഭവിക്കുന്ന അതേ സ്ഥലത്ത് എന്റെ ദൈവം തന്റെ മന്ദിരത്തെ പണിയും. ഇറ്റ് ഹാപ്പൻഡ്. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കും. 12 ആണ്ടുകൾക്ക് മുമ്പ് ഞാൻ പ്രവചിച്ചിട്ട് എന്റെ വീട്ടിൽ വന്നു. ഒരാണ്ടിനകം അന്ന് തന്നെ പേ ഓടി. പേ സേവിക്കുന്നവരും ആണ്ടിൽ ഓടി. അതേ ആണ്ടിൽ അതേ സ്ഥലത്ത് ഗംഭീരമായി ഉയർന്നു നിൽക്കുന്നത് നെല്ലിവിള CSI ആലയം. അവിടെയാണ് ഞാൻ കൺവെൻഷൻ പ്രസംഗിച്ചത്.
இயேசுவின் நாமத்தில் எல்லாம் நடக்கும். இயேசுவின் நாமத்தில் நாமம் ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന അതിമഹത്തായ നാമം. വസന്ത എന്നുള്ള അനാഥ സ്ത്രീയുടെ സാക്ഷി നിങ്ങൾ കേട്ടതാണ്. പ്രസവം കഴിഞ്ഞ ഉടൻ തന്നെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയി. കിട്ടിയ ആൺമകന് വീട്ടുവേല ചെയ്ത് പിച്ചയെടുത്ത് വളർത്തി. BSc നഴ്സിംഗ് വരെ പോയി. അവസാനം പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കുവാൻ കാശില്ല. 62,000 രൂപ. കഴുത്തിൽ കിടന്നതും കാതിൽ കിടന്നതും പണയം വെച്ച് വിറ്റ് ബ്ലേഡിൽ പലിശയെടുത്ത് 47,000 രൂപ തേറ്റിയെടുത്ത്. പിന്നെ 15,000 ആർക്ക് കൊടുക്കും? ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ദൈവം അനാഥർക്ക് പിതാവ്. പ്രേയർ ഗാർഡൻസിൽ ഫോൺ ചെയ്ത സിസ്റ്റർ ആ മകൾക്ക് വേണ്ടി യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചു. യേശു ഒരു വിഷൻ നൽകി. ബാക്കിയുള്ള 15,000 രൂപ ഇതാ ഞാൻ കൊടുത്തയക്കുന്നു. ബാംഗ്ലൂർ പട്ടണത്തിൽ മുൻപിൻ പരിചയമില്ലാത്ത ഒരു കന്നഡക്കാരൻ ഇനി മടക്കി തരേണ്ടാം, മടക്കിയേ വേണ്ടാം എന്നുള്ള കണ്ടീഷനോട് കൂടെ 15,000 രൂപയും ഈ അനാഥയുടെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചു. യേശുവിൻ നാമം അതിഭയങ്കര നാമം, അതിഭയങ്കര നാമം. യേശുവിൻ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. യേശുവിൻ നാമം പരിശുദ്ധമുള്ള നാമം. വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2:9-10 സ്വർഗത്തിൽ ഉള്ളവരും ഭൂമിയിൽ ഉള്ളവരും ഭൂമിക്ക് താഴെ അധോലോകം പാതാളത്തിലുള്ള മനുഷ്യരും സകല മനുഷ്യരുടെ മുഴങ്കാലും ഒരു നാൾ യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ മടങ്ങും. ഹല്ലേലൂയ. അതാണ് സങ്കീർത്തനക്കാരൻ എഴുതുന്നത്. എന്റെ സഹായം അല്ലെങ്കിൽ നമ്മുടെ സഹായം അല്ലെങ്കിൽ പ്രിയമുള്ളവരെ നിങ്ങളുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിലിരിക്കുന്നു. ആ നാമത്തെ സ്തുതിക്കുക. സങ്കീർത്തനം 34:3 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഈ മഹത്തായ നാമത്തെ ദൈവ പൈതലെ ഉയർത്തുക. സങ്കീർത്തനം 54:6 നമ്മ പഠിപ്പിക്കുന്ന ഈ മഹത്തായ നാമത്തെ ദൈവ പൈതലെ സ്തുതിക്കുക. സങ്കീർത്തനം 63:36 ഈ വലിയ നാമത്തെ ദൈവ പൈതലെ നീ സ്നേഹിക്കുക. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വീടുടൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ല, ജയം നമുക്കവകാശമേ. ഇനി തോൽവിയില്ല, ജയം അവകാശമേ. യേശുവിന്റെ രക്തത്താൽ പെട്ടടാം തന്റെ പ്രിയ ജനമേ. ഉണർന്നിടുക, തന്റെ വേലയെ തികച്ചു നാം നീടുക. തന്റെ വേലയെ തികച്ചു നാം. കാലമേറെയില്ലല്ലോ കാഹളം നാം കെട്ടിടാം. ആമേൻ. അഗ്നി അഗ്നി. കാലമേറെയില്ലല്ലോ കാഹളം നാം. കൈകൾ ഉയരട്ടെ. കരം ബലമായി തട്ടി അതിശക്തിയോട് വാ തുറന്ന് വാ തുറന്ന് വാ തുറന്ന്. കണ്ണുകൾ തുറന്ന് ആരും ഇരിക്കരുത്. ആത്മനിറവിൽ കനൽ കത്തട്ടെ. സ്വർഗത്തിലെ കനൽ ഉള്ളിന്റെ ഉള്ളിൽ കത്തട്ടെ. തീ 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 അഭിഷേക തീ എല്ലാരിലും 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 ആത്മനിറവിൽ ആരാധിക്കുക.
ആമേൻ. നിനക്ക് സഹായം അരുളി ചെയ്യുന്ന അതിഭയങ്കര നാമമാണ് യേശുവിന്റെ നാമം. തീ വ്യാപരിക്കുന്നിടാ, തീ വ്യാപരിക്കുന്നിടാ, തീ വ്യാപരിക്കുന്നിടാ. റഗ്ഗാല ദന്ധനദബ. അങ്ങും ഇങ്ങും അലസതയോട് മിഠായി കട നോക്കി ഇരിക്കരുതിനി. വന്നിരിക്കുന്നവൻ ആരാധിക്ക വേണം ചെയ്യുവാൻ. ഹല്ലേലൂയ. ആത്മ നിറവിൽ ആരാധിപ്പീൻ, ആത്മ നിറവിൽ ആരാധിപ്പീൻ, അഗ്നിയുടെ നിറവിൽ ആരാധിപ്പീൻ. എല്ലാവരും സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു. എന്നെ സഹായിക്കുന്നവൻ. മൈ ഗോഡ് ഈസ് എ ഹെൽപ്പർ. ദൈവത്തിങ്കലേക്ക് നോക്കുക. ആളിലല്ല, ലോകത്തിലല്ല, മായയിലല്ല, സിനിമ ഗ്ലാമറിലുമല്ല. ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിങ്കലേക്ക് നോക്കുക. അവന്റെ നാമം നിന്നെ സഹായിക്കും. അഗ്നി വ്യാപരിക്കുന്നിട. റഗ്ഗാലദന്തനദബ. എഴുന്നേൽക്കുമോ? ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേ എഴുന്നേൽക്കുക. കൈകളെ തട്ടി ആത്മാവിൽ നിറഞ്ഞുകൊണ്ടേ എഴുന്നേൽക്കുക. സഹായിക്കുന്ന ദൈവം ഇവിടെ ഉണ്ട്. നിന്നെ എല്ലാ കാര്യത്തും സഹായിക്കുന്ന ദൈവം ഇവിടെ ഉണ്ട്. നിന്റെ മുമ്പിൽ ഉണ്ട്, നിന്റെ മുമ്പിൽ ഉണ്ട്. നിന്നെ സഹായിക്കുന്ന അതിഭയങ്കരൻ നിന്റെ മുമ്പിൽ ഉണ്ട്. യാചിപ്പീൻ, 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 യാചിപ്പീൻ. വാ തുറന്ന് യാചിപ്പീൻ, വാ തുറന്ന് യാചിപ്പീൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യാചിപ്പീൻ. നിനക്ക് എന്ത് സഹായം യേശുവിന്റെ കരത്തിൽ നിന്ന് നിനക്ക് വേണം? യാചിക്കുക. ഹെൽപ്പിംഗ് ഗാഡ് ഈസ് റൈറ്റ് ബിഫോർ യുവർ ഐസ് ടുഡേ. ഹല്ലേലൂയ. നന്ദി, 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 നന്ദി. യേശുവിന് നന്ദി, യേശുവിന് നന്ദി. ആമേൻ. ചില വ്യക്തികൾ എന്നും ആസ്പത്രിയാണ്, എന്നും ആസ്പത്രിയാണ്. ചില വ്യക്തികൾ മരുന്ന് കൊണ്ട് നടക്കുന്നവരാണ്. ചില വ്യക്തികൾ മരണഭയത്തോടും മരുന്ന് കൊണ്ട് നടക്കുന്നവരാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹീലിംഗ് ഹാൻഡ്, ശവിക്ക് നൽകുന്ന ദിവ്യ കരം ഈ വ്യക്തികളെ ഇപ്പോൾ തൊടുന്നു. ആരാടിപ്പീൻ. ജഡമും കൊണ്ട് നിൽക്കരുത്, ജഡമും കൊണ്ട് നിൽക്കരുത്. ആരാടിപ്പീൻ. കൈകളെ ഉയർത്തി, കൈകളെ തട്ടി ആത്മ നിറവിൽ ആരാധിക്കുക. ഓയാടെ മെഡിക്കൽ ട്രീറ്റ്മെന്റ്, എന്നും മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ചില വ്യക്തികൾ മരണഭയത്തോടും മരുന്ന് കൊണ്ട് നടക്കുന്നവരാണ്. യേശുവിന്റെ സഹായത്തിന്റെ കരം ഇറങ്ങുന്നട. അത്തരത്തിലുള്ള വ്യക്തികളെ ദൈവം തൊടുന്നട. വിടുതലിൻ കരം വ്യാപരിക്കുന്നട. ടീ 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 ടീ. കട്ടികൾ മായുന്നേ, മുളകൾ തെറിക്കുന്നേ. ഉറങ്ങാൻ വിടാതെ സർപ്പത്തിന്റെ ശല്യമുഖാന്തിരം വീട് വിട്ട് മാടി പാർക്കുന്നവർ, നാട് വിട്ട് പാർക്കുന്നവർ, എഴുന്നേറ്റ് ഇരുന്ന് നേരം വെളുപ്പിക്കുന്നവർ, നിങ്ങളിൽ ആഞ്ഞടിക്കുന്ന ശൈത്താന്റെ കരം യേശുവിൻ നാമത്തിൽ മുറിഞ്ഞു പോകട്ടെ. ദൈവം സഹായിക്കണമേ. വാ തുറന്ന് യാചിക്കുക. ദൈവം എന്നെ സഹായിക്കണമേ. വാ തുറന്ന് യാചിക്കുക. വാട്ട് ഹെൽപ്പ് ഡു യു റിക്വയർ ഫ്രം ഗാഡ്? ദൈവ സന്നിധിയിൽ നിന്ന് മകനെ, മകളെ, നിനക്ക് എന്ത് സഹായം വേണം? നിനക്ക് എന്ത് സഹായം വേണം? കടംഭാരമാണോ? ലോണാണോ? പലിശയാണോ? അനിടി മുഖാന്തിരം കയറിയിറങ്ങുന്ന കോടതി കേസാണോ? വാ തുറന്ന് യാചിച്ചാട്ടെ, വാ തുറന്ന് യാചിച്ചാട്ടെ. എന്നെ സഹായിക്കണമേ. കൈകൾ ഉയരട്ടെ. ദൈവമേ എന്നെ സഹായിക്കണമേ.
കൈകൾ ഉയർത്തി നിലവിളിക്കുക. ദൈവത്തിനെങ്കേക്ക് നോക്കിയാൽ അവന്റെ നാമം നിന്നെ സഹായിക്കും. എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ. വാ തുറന്നാട്ടെ. അനാഥയെ പോലെ ജീവിക്കുന്ന ചില വ്യക്തികളിൽ ദൈവത്തിന്റെ കരം ഇടപെടുന്നു. മക്കളെ കുറിച്ച് വിലപിക്കുന്ന ചില വിധവകളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരമിട ഇടപെടുന്നു. പലിശയ്ക്കെടുത്ത് പണയം വെച്ച് ജീവിക്കാൻ പോലെ നിവൃത്തിയില്ലാതെ ഉറക്കം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ചില വ്യക്തികളിൽ കർത്താവിന്റെ കരമിട ഇടപെടുന്നു. മക്കളുടെ ഭാവിയെക്കുറിച്ച് ഹൃദയം വെന്ത് നീറുന്ന ചില ഒറ്റപ്പെടുത്തപ്പെട്ട വിശ്വാസികളുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരമിട ഇടപെടുന്നു. കെട്ടുകൾ പൊട്ടുന്നേ. സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു. ആത്മനിറവിൽ ആരാധിക്കുക. അങ്ങും ഇങ്ങ് നോക്കി സ്റ്റൈലോട് നിന്നാൽ വെറും കൈയായി പോകും. കണ്ണുകൾ അടച്ച് ഹൃദയം തുറന്ന് കൈകളെ ഉയർത്തി കരങ്ങളെ തട്ടി ആത്മനിറവിൽ നൃത്തം ചെയ്ത് രാജാവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നന്ദി 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 യേശുവിന് നന്ദി. ദുഷ്ട മനുഷ്യർ മുഖാന്തിരം പീഡനം, അനീതി, അതിർത്തി തർക്കം, കോടതി കേസ് അനുഭവിക്കുന്ന ദൈവമക്കളോട് ദൈവം ഇടപെടുന്നു. എന്നെ സഹായിക്കണമേ. നിലവിളിച്ചാട്ടെ. എന്നെ സഹായിക്കണമേ. നിലവിളിച്ചാട്ടെ. അഗ്നി കത്തുന്നതാ, അഗ്നി കത്തുന്നതാ, അഗ്നി കത്തുന്നതാ, അഗ്നി കത്തുന്നതാ. നന്ദി 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 യേശുവേ. നന്ദി നന്ദി നന്ദി. യേശുവിന്റെ നാമത്തിൽ വീടുണ്ടൽ നമുക്കുണ്ട്. സാത്താനോട് അതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ല, ജയം നമുക്കവകാശമേ. ഇനി തോൽവിയില്ല, ജയം നമുക്കവകാശമേ. യേശുവിന്റെ രക്തത്താൽ തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെയില്ലല്ലോ, കാകളം നാം കെട്ടിടാം. കാലം കണ്ടന്മാരായി നാമും പോകാരാ. കണ്ടന്മാരായി നാമും പോകാരാ. ഇരിക്കാം, ഇരിക്കാം. രണ്ടാമതായി സങ്കീർത്തനം 34:5 നീ നോക്കേണ്ടത് രാജാക്കന്മാരിലല്ല, നീ നോക്കേണ്ടത് താൽക്കാലിക ഗ്ലാമറിൽ നിറഞ്ഞു നിൽക്കുന്ന നടന്മാരിലല്ല, നീ നോക്കേണ്ടത് ദൈവവേദലെ മായാലോകത്തിലുമല്ല, നീ നോക്കേണ്ടത് ആൾ ദൈവങ്ങളിലുമല്ല, നീ നോക്കേണ്ടത് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ദൈവത്തിങ്കലേക്ക് നോക്കുക. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. ലുക്ക് അൻടു ഹിം, ലുക്ക് ടു ഗാഡ്. സങ്കീർത്തനം 34:5 അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഹല്ലേലൂയ.
ആദ്യം നാം ധ്യാനിച്ചത് അവങ്കലേക്ക് നോക്കിയാൽ നിനക്ക് വേണ്ട സഹായം അവൻ ചെയ്തു തരും. രണ്ടാമത് നാം ധ്യാനിക്കുവാൻ പോകുന്നത് അവങ്കലേക്ക് നോക്കിയാൽ നിനക്ക് ലഭിക്കുന്നത് അന്ധകാരമല്ല, പ്രകാശമാണ്. ഹല്ലേലൂയ. അടുത്ത് തുടർന്നുള്ള വചനങ്ങളിൽ അതേ സങ്കീർത്തനത്തിൽ എഴുതുന്ന, ദൈവത്തിങ്കലേക്ക് നോക്കിയാൽ നീ ലജ്ജിച്ചു പോവുകയേ ഇല്ല. യു ഷാൽ നോട്ട് ബി അഷേംഡ്. മനുഷ്യനെ നോക്കിയാൽ നീ ലജ്ജിച്ചു പോകും. മായ ലോകത്തെ നോക്കിയാൽ ദൈവ പൈതലെ നീ ലജ്ജിച്ചു പോകും. നീ യേശുവിനെ നോക്കിയാൽ ലജ്ജിച്ചു പോവുകയേ ഇല്ല. യാക്കോബിന്റെ അനുഭവം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന കണ്ണിനീരോട് തന്റെ അനുഭവ സാക്ഷ്യം ഉൽപ്പത്തി 31:2 വചനത്തിൽ ദേവഭക്തൻ യാക്കോബ് എഴുതും, എന്റെ അമ്മാവൻ ലാബാന്റെ മുഖം പണ്ട് ഉള്ളതുപോലല്ല. ഐ നോട്ടീസ് എ ഡിഫറൻസ് ഇൻ ഹിം. പണ്ടുള്ള മുഖമല്ല എന്റെ അമ്മാവന്റെ മുഖം. ആ മുഖത്തിൽ ഒരു മാറ്റമുണ്ട്. അവന്റെ ഡീലിങ്സിൽ ഒരു മാറ്റമുണ്ട്. അവൻ ചൊരിഞ്ഞ സ്നേഹത്തിൽ, എന്റെ അമ്മാവന്റെ സ്നേഹത്തിൽ മാറ്റമുണ്ട്. 20 ആണ്ടുകൾക്ക് മുമ്പ് ലാബാന്റെ അവസ്ഥ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി 29:13 വചനത്തിലെ അമ്മാവന്റെ വീട് തേടി യാക്കോബ് വരുമ്പോൾ ദൂരത്തിൽ നിന്ന് കണ്ട അമ്മാവൻ യാക്കോബിന്റെ അടുക്കൽ ഓടിപ്പോയി ആലിംഗനം ചെയ്ത് ചുംബിച്ച്. He ran towards him, embraced him and kissed him. സ്നേഹത്തിന്റെ മഴ. നീ എന്റെ രക്തത്തിൻ രക്തമകനെ, നീ എന്റെ അസ്ഥിയിൻ അസ്ഥി. കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചവൻ ഇന്ന് മുഖത്തിലൊരു മാറ്റം. മനുഷ്യൻ അങ്ങനെയാണ്. മാൻ ഈസ് മാൻ, ഗാഡ് ഈസ് ഗാഡ്. മനുഷ്യൻ മനുഷ്യൻ തന്നെയാണ്, ദൈവം ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. എന്റെ സഹപ്രവർത്തകൻ ഒരാൾ, അയാൾക്ക് ഏക മകൻ, വലിയ പഠിത്തം പഠിപ്പിച്ചു, വലിയ രീതിയിൽ വിവാഹം ചെയ്യിച്ച്, വലിയ ഉദ്യോഗം നേടിക്കൊടുത്ത് തന്റെ ഏക മകൻ UK-യിൽ എഡിൻബർഗിൽ ഒരു വലിയ റിസർച്ച് ഓർഗനൈസേഷനിൽ സീനിയർ റിസർച്ച് ഡയറക്ടറായി ജോലിയും ലഭിച്ച്. ഏക മകൻ, തന്റെ ഏക തലമുറ. എന്റെ സഹപ്രവർത്തകൻ തന്റെ പത്നിയുമായി തന്റെ മകനെ കാണാനും തന്റെ മകൻ ജോലി ചെയ്യുന്ന ഓഫീസ് കാണാനും തന്റെ മകനോടൊപ്പം കുറച്ച് ദിവസം താമസിക്കുവാനും കടന്നുപോയി. തന്റെ മകന്റെ വീട്ടിൽ അവൻ പാർത്ത് ഒരു നാൾ താമസിച്ചതേ ഉള്ളൂ. Only one night he stayed with his son. ഒരേ ഒരു നാൾ. പിറ്റേ നാൾ തന്റെ ഏക മകൻ വന്ന് ചോദിച്ചു, ഡാഡി when are you going back? ഡാഡി when are you going back? അപ്പാ, അപ്പൻ എന്നാണ് മടങ്ങിപ്പോകുന്നത്? ഒരു നാൾ താമസിച്ചതേ ഉള്ളൂ. കുറച്ച് നാൾ മകനോട് താമസിക്കാൻ വേണ്ടിയാണ് അപ്പൻ വന്നത്. ഡാഡി when are you going back? ഒരു വലിയ കല്ലെടുത്ത് കണ്ണാടി ചില്ലിൽ എറിഞ്ഞതുപോൽ അപ്പന്റെ ഹൃദയം തകർന്ന്. മനുഷ്യൻ മനുഷ്യൻ തന്നെ, ദൈവം ദൈവം തന്നെ. തിരുവനന്തപുരം പട്ടണത്തിൽ ഒരു ക്രൂസൈഡിൽ ഞാൻ പ്രസംഗിച്ചു. കൂട്ടം കഴിഞ്ഞ് അവിടുത്തെ റവറന്റും സംഘാടകരും എന്റെ കൈക്ക് പിടിച്ച് നിർബന്ധിച്ച് ഒരു കാറിൽ വന്നിരുന്ന ഒരാളിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ കാറിന്റെ അടുക്കൽ കൊണ്ടുപോയി. എന്റെ മുഖം കണ്ടവുടൻ അയാൾ കരയാൻ തുടങ്ങി. അയാൾ വാ തുറന്ന് നിലവിളിച്ച് കരയാൻ തുടങ്ങി. ഈസ് നോട്ട് എ ക്രിസ്ത്യൻ, ഈസ് നോട്ട് എ ക്രിസ്ത്യൻ. ഇതുവരെയേ ജീവനുള്ളു, നെഞ്ചു വരെയേ ജീവനുള്ളു. തലച്ചോറ്, വാ, പല്ല്, നെഞ്ചു വരെയേ അയാളുടെ ശരീരത്തിൽ ജീവനുണ്ട്. നെഞ്ചിക്ക് താഴെ ജീവനില്ല, ചെത്തതാണ്. ബ്രദർ, എന്റെ നെഞ്ചിന് താഴെ ശരീരം ചെത്ത ശരീരമാണ്. ശരീരത്തിൽ നിന്ന് കഴിവ് പുറത്താക്കുവാൻ 2 ട്യൂബ് ഇട്ടിരിക്കുന്നു. ആ ട്യൂബിൽ കൂടി പുറത്തു പോകും. 40 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇയാൾ എന്റെ പ്രസംഗം കേൾക്കുവാൻ വന്ന്
ഞാൻ ആ വണ്ടിക്കകത്ത് നോക്കി, ഇയാൾ മാത്രം. പുറകെ സീറ്റിൽ 3 പേർ ഇരിക്കുവാൻ സീറ്റുണ്ട്. മുമ്പിലത്തെ സീറ്റിൽ ഒരാൾക്ക് സീറ്റുണ്ട്. ഞാൻ ചോദിച്ചു, ഭാര്യയില്ലേ, മക്കളില്ലേ? എല്ലാവരുമുണ്ട്. ഒരാൾ പോലും നിങ്ങളോട് കൂടെ വന്നില്ല, ആരും വന്നില്ല. പ്രിയമുള്ളവരെ, മനുഷ്യൻ മനുഷ്യൻ തന്നെയാണ്, ദൈവം ദൈവം തന്നെയാണ്. ഈ പശ്ചാത്തലത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ദൈവത്തിങ്കിലേക്ക് നോക്കുക, എങ്കിൽ നിനക്ക് പ്രകാശം ലഭിക്കും. പഴയ നിയമഭാഗത്തിൽ സൗലിന്റെ മകൻ ജോനത്താന് ലഭിച്ച പ്രകാശം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. തന്റെ ആയുധവാഹനന്റെ കൈക്ക് പിടിച്ച് 1 ശമൂവേൽ 14 അധ്യായത്തിൽ 1 വചനത്തിൽ തന്റെ ആയുധവാഹനനോട് ജോനത്താൻ പറയും, we shall go across the military of Philistines now. നമുക്ക് പട്ടാളത്തിന്റെ നേരെ ചെല്ലാം. 6 വചനം നമ്മെ പഠിപ്പിക്കുന്ന ജോനത്താന്റെ ഉള്ളിൽ കത്തുന്ന തീ, വിശ്വാസ തീ വാക്കുകളായി പുറത്തു വരുന്ന ആയുധവാഹനനെ, പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നാം 2 പേരാണ്. നമ്മുടെ മുമ്പിലുള്ള പട്ടാളം ഭയങ്കര പട്ടാളമാണ്. We will go across. The Lord shall work for us. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ജോനത്താൻ പ്രാപിച്ചെടുത്ത പ്രകാശമോട് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന 1 ശമൂവേൽ 14 അധ്യായം 1 വചനം അവസാന വചനത്തിൽ, ദേശം ഭരിക്കുന്ന രാജാവ് തന്റെ അപ്പനെങ്കിലും അവൻ പോകുന്ന കാര്യം, ഭയങ്കര പട്ടാളത്തെ എതിർക്കുവാൻ ഒറ്റയ്ക്ക് പോകുന്ന കാര്യം അപ്പനോട് അവൻ പറഞ്ഞില്ലാതാനും. 2 വചനം അവസാന വരിയിൽ നമ്മെ പഠിപ്പിക്കുന്ന, അവിടെ ഉണ്ടായിരുന്ന പടജനം 600 പേർ. ഭയങ്കര പട്ടാളം ഫിലിസ്തീയ പട്ടാളത്തെ എതിർക്കാൻ പോകുന്ന കാര്യം രാജകുമാരൻ ജോനത്താൻ പട്ടാളത്തോട്, പടജനത്തോട് പറഞ്ഞില്ലതാനും. 3 വചനത്തിന് അവസാനം നമ്മെ പഠിപ്പിക്കുന്ന, അവിടെ പൊതുജനമുണ്ടായിരുന്നു, അവരോടും ഇവൻ പറഞ്ഞില്ല. ഇവൻ പറയേണ്ട സ്ഥലത്ത് അവൻ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തോട് അവൻ പറഞ്ഞിട്ടുണ്ട്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന, 2 പേരും കൈകോർത്തു പിടിച്ച് കർത്താവിന്റെ അഭിഷേക തീയിൽ നിറഞ്ഞ് ഭയങ്കര പട്ടാളം ഫിലിസ്തീയ പട്ടാളത്തിന്റെ ക്യാമ്പിൽ ജോനത്താൻ കാല് പതിച്ചപ്പോൾ 15 വചനം നമ്മെ പഠിപ്പിക്കുന്ന, പാളയത്തിലും പോർക്കളത്തിലും സർവജനത്തിലും നടുക്കമുണ്ടായി, ഭൂമി കുലുങ്ങി, വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ഇതാണ് ജോനത്താൻ ദൈവത്തെ ആശ്രയിച്ചത് മുഖാന്തരം, ഒറിജിനൽ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചത് മുഖാന്തരം, ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞത് മുഖാന്തരം രാജകുമാരൻ ജോനത്താൻ നേടിയെടുത്ത പ്രകാശം. ഇതേപോലൊരു സംഭവം പുതിയ നിയമഭാഗത്ത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഭൂതം ബാധിച്ചവളെ മുഷിഞ്ഞു നോക്കി, യേശുവിൻ നാമത്തിൽ ഭൂതം പുറത്താകട്ടെ എന്ന് അവൾക്ക് സ്വാതന്ത്ര്യം കൽപ്പിച്ചപ്പോൾ ലാഭമുണ്ടാക്കി ജീവിച്ച ദുഷ്ടന്മാരുടെ ഉള്ളിൽ ദുഷ്ടത തോന്നി. കർത്താവിന്റെ അപ്പോസ്തലന്മാർ പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ഉൾത്തറവലയിലിട്ട് ആമത്തിലിട്ട് പൂട്ടി വസ്ത്രം ഉറിഞ്ഞെടുത്ത്, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 16, 25, 26 വചനങ്ങളില് ക്രിസ്തുവിൽ നിന്ന് പ്രകാശം പ്രാപിച്ചെടുത്ത പൗലോസും ശീലാസും വചനം നമ്മെ പഠിപ്പിക്കുന്ന, അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ച് പാടിയപ്പോൾ അവിടെയും 1 ശമൂവേൽ 14-15 നടന്നതുപോലൊരു സംഭവം അപ്പോസ്തല പ്രവൃത്തികൾ 16, 26 വചനത്തിൽ പെട്ടെന്ന് ഒരു ഭൂകമ്പമുണ്ടായി, കാരാഗ്രഹം കുലുങ്ങി, അടിസ്ഥാനം ഇളകി, ഭൂചലനമുണ്ടായി. അവിടെ പാർത്തിരുന്ന തടവറ പുള്ളികൾ സകലരുടെയും ചങ്കലകൾ അഴിഞ്ഞു വീണ്, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന കാരാഗ്രഹ പ്രമാണിയും കുടുംബവും ആ രാത്രിയിൽ ദൈവത്തെ കണ്ടെത്തി അത്ഭുതം നടന്നു.
ഹല്ലേലൂയ. ഈ പ്രകാശം നീ ഇന്ന് പ്രാപിച്ചെടുക്കണം. ജോനത്താൻ പ്രാപിച്ചെടുത്ത പ്രകാശം, പൗലോസ് പ്രാപിച്ചെടുത്ത ദൈവത്തിലുള്ള പ്രകാശം, ദൈവ പൈതലേ നീ ഇന്ന് പ്രാപിച്ചെടുത്താൽ നിന്റെ മുഖം പോലും പ്രകാശിക്കും. പുറപ്പാട് പുസ്തകം 34-30 വചനത്തിൽ പ്രവാചകൻ മോശെ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് 40 നാൾ ഉപവസിച്ചു പ്രാർത്ഥിച്ചിട്ട് മടങ്ങി പർവ്വതം വിട്ട് താഴെ വരുമ്പോൾ മോശയുടെ ത്വക്ക് പ്രകാശിച്ചതായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യർ മോശയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണു. അതേപോലെ പുതിയ നിയമഭാഗത്ത് യേശു തന്നെ രക്ഷിതാവ് എന്ന് സാക്ഷീകരിച്ച് ആദിമ സഭയിലെ ഡീക്കൻ കൃപയിൽ, ബലത്തിൽ, ദൈവത്തിന്റെ ശക്തിയിൽ, ദൈവവചനത്തിൽ, ദൈവസ്നേഹത്തിൽ, വിശ്വാസത്തിൽ, തേജസ്സിൽ, പരിശുദ്ധാത്മാവിൽ, പരിജ്ഞാനത്തിൽ നിറഞ്ഞു നിന്ന് സ്റ്റീഫാനോസ് യേശുവിനെ സാക്ഷീകരിച്ചത് കൊണ്ട് മാത്രം കല്ലറി കൊണ്ട് മരണ കിടക്കയിൽ വീഴുമ്പോൾ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന അവന്റെ മുഖം ദൈവദൂതൻ പോലെ പ്രകാശിച്ചു. ദൈവദൂതന്റെ മുഖം പോലെ സ്റ്റീഫാനോസിന്റെ മുഖം പ്രകാശിച്ചു. അത് അവൻ പ്രാപിച്ചെടുത്ത പ്രകാശം. നീ ദൈവത്തിന്റെ പ്രകാശം കണ്ടെത്തിയാൽ നിന്റെ മുഖം പോലും പ്രകാശിക്കും. ഒരുത്തന്റെ അകം പ്രകാശിക്കുമ്പോഴാണ് അവന്റെ മുഖം പ്രകാശിക്കുന്നത്. നീ പ്രകാശിക്കണമെങ്കിൽ 2 കണ്ടീഷൻ. ഒന്ന്, അകത്തെ അവൻ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അകത്തെ ദൈവം ഉണ്ടായിരിക്കണം.